നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അവശ്യവസ്തുക്കൾ വിൽക്കുന്ന കടകൾ രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെ പ്രവർത്തിക്കും. പൊതുഗതാഗതം ഭാഗികമായി അനുവദിക്കും. മദ്യശാലകളും തുറക്കും. സമ്പൂർണ്ണമായ തുറന്നുകൊടുക്കലുണ്ടാവില്ല. സംസ്ഥാനത്ത് ഇന്ന് 12,246 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,04,120 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.76%. ജില്ലയിൽ ചൊവ്വാഴ്ച കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.69% രേഖപ്പെടുത്തി. 1072 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. 2351 പേർ രോഗമുക്തരായി. പൊതുജലാശയത്തിലെ മത്സ്യകൃഷി നിക്ഷേപ പദ്ധതിക്ക് തിരുനാവായ ബന്ദർക്കടവിൽ തുടക്കമായി. പരപ്പനങ്ങാടി ഉളണം മത്സ്യവിത്ത് ഫാമിൽ ഉൽപ്പാദിപ്പിച്ച 4 ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് ഇവിടെ നിക്ഷേപിച്ചത്. പദ്ധതിയുടെ ഉദ്ഘാടനം കുറുക്കോളി മൊയ്തീൻ നിർവഹിച്ചു. പൗരത്വ നിയമം നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തെ ചോദ്യം ചെയ്തുള്ള ലീഗിന്റെ ഹർജി സുപ്രീം കോടതി മാറ്റിവെച്ചു. 2 ആഴ്ച കഴിഞ്ഞ് ഹർജി വീണ്ടും പരിഗണിക്കും. പൗരത്വ നിയമം പിൻവാതിലിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുകയാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി. കേന്ദ്ര കരി നിയമങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താനൂരിൽ ലക്ഷദ്വീപ് ഐക്യദാർഢ്യ സമരം സംഘടിപ്പിച്ചു. മുസ്ലിം വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് നീതി ഉറപ്പാക്കാൻ സർക്കാർ നിയമം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ക്യാമ്പസ് ഫ്രണ്ട് വിദ്യാർത്ഥി പ്രതിഷേധം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അവശ്യവസ്തുക്കൾ വിൽക്കുന്ന കടകൾ രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെ പ്രവർത്തിക്കും. അക്ഷയ കേന്ദ്രങ്ങൾ തിങ്കൾ മുതൽ വെള്ളി വരെ പ്രവർത്തിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇനി നിയന്ത്രണങ്ങളുണ്ടാവുക. സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അവശ്യവസ്തുക്കൾ വിൽക്കുന്ന കടകൾ രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെ പ്രവർത്തിക്കും. അക്ഷയ കേന്ദ്രങ്ങൾ തിങ്കൾ മുതൽ വെള്ളി വരെ പ്രവർത്തിക്കും. സർക്കാർ ഓഫീസുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കമ്മീഷനുകൾ തുടങ്ങിയ 25% ജീവനക്കാരെ വെച്ച് റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കും. അവശ്യ വസ്തുക്കളുടെ കടകൾ എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകുന്നേരം 7 വരെ തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നതാണ്. അക്ഷയ കേന്ദ്രങ്ങൾ തിങ്കൾ മുതൽ വെള്ളി വരെ പ്രവർത്തനം അനുവദിക്കും. ജൂൺ 17 മുതൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് കമ്പനികൾ, കമ്മീഷനുകൾ, കോർപ്പറേഷനുകൾ, സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇവയിലെ റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ 25% ജീവനക്കാരെ ഉൾക്കൊള്ളിച്ച് എല്ലാ ദിവസവും പ്രവർത്തനം അനുവദിക്കും. വ്യാഴാഴ്ച മുതൽ പൊതുഗതാഗതം മിതമായ നിരക്കിൽ അനുവദിക്കും. ബാങ്കുകൾ നിലവിലുള്ളതുപോലെ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ പ്രവർത്തിക്കാം. മാളുകളും തിയേറ്ററുകളും തുറക്കില്ല. ഹോട്ടലുകളും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അനുവദിക്കാറില്ല. ബാറുകളും ബിവറേജുകളും തുറന്നു പ്രവർത്തിക്കും. കേരളത്തിൽ ഇന്ന് 12,246 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിടെ 1,04,120 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.76%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 166 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 11,508 ഇന്ന് 1,04,120 പരിശോധനകളാണ് നടന്നത്. അതിൽ 12,246 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 166 പേർ മരണമടഞ്ഞിട്ടുണ്ട്. ആകെ ചികിത്സയിലുള്ളത് 1,12,361 പേരാണ്. കോവിഡ് 2ാം തരംഗം ഏതാണ്ട് നിയന്ത്രണ വിധേയമായതിനെ തുടർന്ന് മെയ് 8 ആരംഭിച്ച ലോക്ക്ഡൌൺ ജൂൺ 16 മുതൽ ലഘൂകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് 12,246 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. എറണാകുളം 1,702, കൊല്ലം 1,597, തിരുവനന്തപുരം 1,567, തൃശൂർ 1,095, മലപ്പുറം 1,075, പാലക്കാട് 1,066, ആലപ്പുഴ 887, കോഴിക്കോട് 819, കണ്ണൂർ 547, ഇടുക്കി 487, പത്തനംതിട്ട 480, കോട്ടയം 442, കാസർഗോഡ് 301, വയനാട് 184 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,04,120 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.76%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 166 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 11,508. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 85 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്.
11,459 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 633 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 69 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 13,536 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 5,06,437 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 10 പുതിയ ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്തുള്ളത്. ജില്ലയിൽ ചൊവ്വാഴ്ച കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.69% രേഖപ്പെടുത്തിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 1072 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. 2351 പേർ രോഗമുക്തരായി. ജില്ലയിൽ ഇതുവരെ 983 പേരാണ് കോവിഡ് ബാധിതരായി മരണപ്പെട്ടത്. മലപ്പുറം ജില്ലയിൽ ചൊവ്വാഴ്ച കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.69%. 1072 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. 2351 പേർ രോഗമുക്തരായി. ഇതോടെ ജില്ലയിൽ കോവിഡ് ഭേദമായി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയവരുടെ എണ്ണം 3,04,406 ആയി. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 1028 പേർ രോഗികളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് വൈറസ് ബാധിതരായത്. 21 പേർക്ക് വൈറസ് ബാധയുണ്ടായതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന 2 പേർക്കും വിദേശത്ത് നിന്ന് ജില്ലയിൽ തിരിച്ചെത്തിയ ഒരാൾക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 20 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 38,927 പേർ ജില്ലയിൽ ഇപ്പോൾ നിരീക്ഷണത്തിലും കഴിയുന്നുണ്ട്. 11,845 പേരാണ് ചികിത്സയിലുള്ളത്. ജില്ലയിൽ ഇതുവരെ 983 പേരാണ് കോവിഡ് ബാധിതരായി മരിച്ചത്. കോവിഡ് നാൾ വഴികളിൽ 3 ലക്ഷം രോഗമുക്തരെന്ന സുപ്രധാന നേട്ടവുമായി മലപ്പുറം ജില്ല. ജില്ലയിൽ ഇതുവരെ 3,02,061 പേരാണ് കോവിഡ് രോഗമുക്തരായി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജില്ലയിൽ ഇതുവരെ 3,02,061 പേരാണ് കോവിഡ് രോഗമുക്തരായി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ആരോഗ്യ പ്രവർത്തകരുടെ പ്രയത്നത്തിന്റെ ഫലമാണ് 3 ലക്ഷം രോഗമുക്തരെന്ന ഈ നേട്ടത്തിന് പിന്നിലെന്ന് DMO ഓർമ്മിപ്പിച്ചു. സ്വന്തം കുടുംബത്തെ പോലും മറന്ന് 1 വർഷത്തിലേറെയായി കോവിഡ് രോഗികളെ പരിപാലിക്കുന്നതിൽ വ്യാപൃതരായിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് ഈ നേട്ടം ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചെന്നും അവർ കൂട്ടിച്ചേർത്തു. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളുടെ സഹകരണത്തോടെ ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും മറ്റ് ഇതര സർക്കാർ വകുപ്പുകളും സ്വീകരിച്ച നിലപാടുകളുടെ ഫലമായി രോഗബാധിതരുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാനായതായി ജില്ലാ കളക്ടർ K. ഗോപാലകൃഷ്ണനും പറഞ്ഞു. ടെസ്റ്റ് പോസിറ്റിവിറ്റി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കടുത്ത നിയന്ത്രണങ്ങൾ ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിയന്ത്രണങ്ങളിൽ ഇളവുകൾ വന്നാലും അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ ആരും വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നും ജില്ലാ കളക്ടർ ഓർമ്മപ്പെടുത്തി. സന്നദ്ധ സംഘടനാ പ്രവർത്തകർക്ക് വ്യാപാരി വ്യവസായി സമിതി ആദരം. കോവിഡ് മഹാമാരി കാലഘട്ടത്തിൽ സമാനതകളില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനം കാഴ്ചവെച്ച വ്യാപാരി സമിതി അംഗങ്ങളായ RRT അംഗങ്ങൾക്കും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സംഘടനാ പ്രവർത്തകരെയുമാണ് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ഏരിയ കമ്മിറ്റി ആദരിച്ചത്. കോവിഡ് മഹാമാരി കാലഘട്ടത്തിൽ സമാനതകളില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനം കാഴ്ചവെച്ച വ്യാപാരി സമിതി അംഗങ്ങളായ RRT പ്രവർത്തകരെയും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സംഘടനാ പ്രവർത്തകരെയുമാണ് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി തിരൂർ ഏരിയ കമ്മിറ്റി ആദരിച്ചത്. അംഗങ്ങൾക്കുള്ള ഉപഹാരം കായിക വഖഫ് ഹജ്ജ് വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ വിതരണം ചെയ്തു. ലോക്ക്ഡൌൺ സമയത്ത് കോവിഡ് പോസിറ്റീവായ വീടുകളിലും ദീർഘദൂര വാഹന ഡ്രൈവർമാർക്കും 23 ദിവസത്തോളം 3500ഓളം ഭക്ഷണപ്പൊതികളാണ് വിതരണം ചെയ്തത്. കോവിഡ് ബാധിത വീടുകളിൽ അണുനശീകരണ പ്രവർത്തനം ഉൾപ്പെടെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്തു. റെഡ് ആർമി ക്ലബ്ബ് തെക്കുമുറി, നിലവ് അയൽക്കൂട്ടം, വ്യാപാരി വ്യവസായി സമിതി തിരു മുനിസിപ്പൽ യൂണിറ്റ് പ്രസിഡന്റ് VK നിസാം, സെക്രട്ടറി ഹസൻ ചക്കുങ്ങൽ തുടങ്ങിയവരെയാണ് മന്ത്രി V. അബ്ദുറഹ്മാൻ ഉപഹാരം നൽകി ആദരിച്ചത്. പ്രസിഡന്റ് ജലീൽ മയൂര, ഏരിയ സെക്രട്ടറി KK ജാഫർ, തിരു മുനിസിപ്പൽ യൂണിറ്റ് പ്രസിഡന്റ് VK നിസാം, ഹസൻ ചക്കുങ്ങൽ, റെഡ് ആർമി ക്ലബ്ബ്, നിലവ് അയൽക്കൂട്ടം പ്രവർത്തകർ പങ്കെടുത്തു. പൊതുജലാശയത്തിലെ മത്സ്യകൃഷി നിക്ഷേപ പദ്ധതിക്ക് തിരുനാവായ ബന്ദർ കടവിൽ തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനം കുറുക്കോളി മൊയ്തീൻ MLA നിർവഹിച്ചു. പരപ്പനങ്ങാടി ഉള്ളണം മത്സ്യവിത്ത് ഫാമിൽ ഉൽപ്പാദിപ്പിച്ച 4 ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് ഇവിടെ നിക്ഷേപിച്ചത്. ഫിഷറീസ് വകുപ്പ് മുഖേന പൊതുജലാശയങ്ങളുടെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുക, ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് പൊതുജലാശയത്തിലെ മത്സ്യകൃഷി നിക്ഷേപ പദ്ധതി. തിരുനാവായ ബന്ദർ കടവിൽ പദ്ധതിയുടെ ഉദ്ഘാടനം കുറുക്കോളി മൊയ്തീൻ MLA നിർവഹിച്ചു. പൊതുജലാശയങ്ങളിൽ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി, അത് വെളിയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ ജില്ലയിലെ 9 കേന്ദ്രങ്ങളിൽ ഇന്ന് നടത്തപ്പെടുന്നത് പോലെ തതുല്യമായ ഒരു പരിപാടി തിരൂർ മണ്ഡലത്തിലെ തിരുനാവായ ബന്ദർ കടപ്പുറത്ത് വെച്ച് നമ്മൾ നിർവഹിക്കാനിരിക്കുകയാണ്. നമ്മളൊക്കെ ഒത്തുകൂടിയിട്ടുള്ള ഈ സദസ്സിൽ വെച്ച് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ നീളാതീരത്ത് ഒത്തുകൂടിയ എൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ നമുക്കറിയാം, മത്സ്യസമ്പത്ത് നമ്മുടെ വലിയൊരു സാമ്പത്തിക സ്രോതസ്സാണ് നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിലും നമ്മുടെ പ്രദേശങ്ങളിലുമൊക്കെ. ഒപ്പം തന്നെ നമ്മുടെ ഒരു വലിയ ഭക്ഷണ പദാർത്ഥം കൂടിയാണ് മത്സ്യം എന്നുള്ളത് നമുക്കറിയാം. വിദേശ മൂലധനം അടക്കം നമുക്ക് രാജ്യത്തിന് സമ്പാദിക്കുവാൻ വഴി വെച്ച് നമ്മളെ സഹായകമായ
ഒരു വലിയ മേഖലയാണ് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട മേഖല എന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ അനവധി തൊഴിലാളികൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ആകമാനം രാജ്യത്ത് ജനസമൂഹത്തിൻ്റെ ഇടയിൽ വിവിധങ്ങളായ തലങ്ങളിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു മേഖലയാണ് മത്സ്യമേഖല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പരപ്പനങ്ങാടി ഉള്ളണം മത്സ്യവിത്ത് ഫാം ഉൽപ്പാദിപ്പിച്ച 4 ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് ഇവിടെ നിക്ഷേപിച്ചത്. ജില്ലയിലെ 9 കേന്ദ്രങ്ങളിൽ പദ്ധതി നടപ്പിലാക്കും. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് മുഖേന പൊതുജലാശയങ്ങളിലെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി നടപ്പാക്കുന്ന പദ്ധതിയാണ് പൊതു ജലാശയങ്ങളിലെ മത്സ്യക്കുഞ്ഞ് നിക്ഷേപ പദ്ധതി. അപ്പം ഈ പദ്ധതി നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലും 2016-17 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരേ സ്ഥലങ്ങളിൽ നമ്മൾ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നത്. അതുവഴി നമ്മൾ അതിൻ്റെ പ്രൊഡക്ഷൻ അനാലിസിസും നടത്തുന്നുണ്ട്. അതായത് ഇൻലാൻഡ് വാട്ടർ ക്യാച്ച് അസസ്മെൻറ്റ് വഴി അതിൻ്റെ അനാലിസിസും നടത്തുന്നുണ്ട്. അപ്പം കഴിഞ്ഞ വർഷങ്ങളിലായി കഴിഞ്ഞ ഒരു 3 വർഷം ഓൾറെഡി നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഈ ഒരേ സ്ഥലങ്ങളിൽ മത്സ്യക്കുഞ്ഞ് നിക്ഷേപിക്കുന്നത്. അപ്പം മലപ്പുറം ജില്ലയിൽ നമ്മൾ ആകെ 9 സ്ഥലങ്ങളിലാണ് ഇതുപോലെ ജലാശയങ്ങളിൽ മത്സ്യക്കുഞ്ഞ് നിക്ഷേപിക്കുന്നത്. തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റ് സൂറാബി കൊട്ടാരത്ത് അധ്യക്ഷയായിരുന്നു. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ എം ചിത്ര, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുസ്തഫ കുന്നത്ത, സീനത്ത് ജമാൽ, KP ലത്തീഫ്, ശ്രീജേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ തെക്കൻ കുറ്റൂരിൽ ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സിന് രൂപം നൽകി. രോഗികളെ കൊണ്ടുപോകുന്നതിനായി സ്വകാര്യ വ്യക്തികൾ വാഹനം കൈമാറി. രോഗികൾക്ക് നൽകുന്നതിനായി ഓക്സിമീറ്ററുകൾ പവൻ ഗോൾഡ് തിരൂരും നൽകി. COVID-19 പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് തെക്കൻ കുറ്റൂർ AIYF ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സിന് രൂപം നൽകിയത്. CPI തിരു മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് K. ഹംസ ഉദ്ഘാടനം ചെയ്തു. വളരെ വിപുലമായിക്കൊണ്ട് ഇന്ന് കോവിഡ് മഹാമാരി നേരിടുന്ന കാലഘട്ടത്തിൽ ഈ പ്രദേശത്ത് സഹായം എത്തിക്കുന്നതിന് വേണ്ടി AIYF ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ വലിയ പരിപാടികളാണ് ഇന്നു മുതൽ ആരംഭിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് 2 വാഹനങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സഹായം വേണ്ടവർക്ക് നൽകേണ്ടി വേണ്ടിയുള്ള PPE കിറ്റ് അടക്കമുള്ള ഗ്ലൗസുകളും മാസ്കുകളും എല്ലാം തന്നെ അവർ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങൾ സർക്കാരും അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളും എല്ലാം തന്നെ വളരെ വിപുലമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾക്ക് മുന്നേറാൻ കഴിയുന്നത്. സന്നദ്ധ സേനയുടെ പ്രവർത്തനങ്ങൾക്കായി പ്രദേശവാസി ആട്ടൂർ അവറാൻ റൂമുകൾ സൗജന്യമായി വിട്ടു നൽകി. രോഗികളെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഷമീർ കുറ്റൂർ, ആലിയാമുട്ടി തിരുത്തി എന്നിവർ വാഹനവും വിട്ടു നൽകി. വാഹനങ്ങൾ തലക്കാട് പഞ്ചായത്ത് 8ാം വാർഡ് മെമ്പർ കുഞ്ഞുമൊയ്തീൻ, 9ാം വാർഡ് മെമ്പർ റഹിയാനത്ത് എന്നിവർ സേനയ്ക്ക് വേണ്ടി സ്വീകരിക്കുകയും ചെയ്തു. നമ്മുടെ സ്വതന്ത്ര സമര സേനാനിയായിട്ടുള്ള ഭഗത് സിംഗിൻ്റെ പേരിൽ CPI കുറ്റൂർ കമ്മിറ്റിയും അതുപോലെ തന്നെ AIYFയും ഇങ്ങനൊരു പദ്ധതി ആസൂത്രണം ചെയ്തതിൽ അതിയായ സന്തോഷം. നമ്മുടെ നാസർക്ക പറഞ്ഞതുപോലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടെയുണ്ട് എന്നുള്ളത് തന്നെ അവർക്ക് വലിയ പ്രചോദനവും അതുപോലെ തന്നെ ആശ്വാസവും നൽകുന്നതാണ്. അപ്പോൾ പൊതുപ്രവർത്തന നിലപാടിൽ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഈ തരത്തിലുള്ളൊരു പരിപാടി ആസൂത്രണം ചെയ്ത് വളരെ ഭംഗിയായി നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതിലേക്ക് എൻ്റെ അടുത്തുണ്ടായിരുന്നൊരു 4 ചക്ര വാഹനം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ആ ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. അതുപോലെ നമ്മുടെ ആലിയാമുട്ടിക്ക അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള വണ്ടിയും ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഭഗത് സിംഗ് സന്നദ്ധ സേവകർക്ക് വേണ്ടിയിട്ട് അത് വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഓക്സിമീറ്ററുകൾ പവൻ ഗോൾഡ് തിരൂരാണ് സംഭാവന ചെയ്തത്. AIYF തിരൂർ മണ്ഡലം സെക്രട്ടറി രജീഷ് കാടയിൽ അധ്യക്ഷനായിരുന്നു. മേഖലാ സെക്രട്ടറി സജുൽ ചാത്തൻകാട്ടിൽ, നാസർ CP, സലാം ആയപ്പള്ളി, ഹക്കീം ആയപ്പള്ളി, സുൽഫിക്കർ പുല്ലൂർ, അയ്യൂബ് വെളക്കാടൻ, മനോജ് പുല്ലൂർ എന്നിവർ സംസാരിച്ചു. പ്രകാശൻ കുറ്റൂർ, AP രാജു, വിനോദ് പള്ളിയാൽ, മണി കമ്മറമ്പിൽ, സൈനുദ്ദീൻ EP, സലീം മട്രോളി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഡീസൽ വിൽപ്പന നികുതി കുറയ്ക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉയർത്തി തിരൂർ താലൂക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വീടുകളിൽ നിൽപ്പ് സമരം നടത്തി. ബസ് ഉടമകൾക്കൊപ്പം തൊഴിലാളികളും സമരത്തിൽ പങ്കാളികളായി.
ഡീസൽ വിൽപ്പന നികുതി കുറയ്ക്കുക, പൊതുഗതാഗതം സംരക്ഷിക്കുക, ബസിന്റെ അറ്റകുറ്റപ്പണിക്ക് പലിശരഹിത വായ്പ അനുവദിക്കുക, കോവിഡ് കാലം അവസാനിക്കുന്നതുവരെ ടാക്സും ക്ഷേമനിധിയും ഒഴിവാക്കുക, രാമചന്ദ്രൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കുക, വാഹനങ്ങളുടെ വായ്പയിൽ മൊറട്ടോറിയം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം തിരൂർ താലൂക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കുടുംബത്തോടൊപ്പം വീടുകളിൽ നിൽപ്പു സമരം സംഘടിപ്പിച്ചത്. നഗര ശുചീകരണവുമായി പരിസ്ഥിതി സംരക്ഷണ കൂട്ടായ്മ നല്ല നാളേക്ക് ഒരു ചെറു കൈത്താങ് എന്ന പ്രമേയത്തിൽ ആരംഭിച്ച ശുചീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ നിർവഹിച്ചു. നഗര ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി തിരൂർ പരിസ്ഥിതി സംരക്ഷണ കൂട്ടായ്മയും നല്ല നാളേക്ക് ഒരു ചെറു കൈത്താങ് എന്ന പ്രമേയത്തിൽ ആരംഭിച്ച ശുചീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ നിർവഹിച്ചു. തിരൂർ നഗരസഭയുടെ ടൗൺ പ്രദേശങ്ങളിലെല്ലാം നമ്മുടെ യുവജന കൂട്ടായ്മയായ പ്രകൃതി സംരക്ഷണ കൂട്ടായ്മ എന്ന പേരിൽ നമ്മുടെ അരുൺ ചെമ്പ്രയും ബിജു എല്ലാവരും കൂടി ഈ ടൗണിലെ എല്ലാ പ്ലാസ്റ്റിക് വേസ്റ്റുകളും കളക്ട് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ നഗരസഭാ അധ്യക്ഷ എന്ന നിലയിൽ എനിക്ക് ഇവരുടെ ഈ പ്രവർത്തനത്തിൽ വളരെയധികം അഭിമാനം തോന്നുന്നു. തിരൂർ ടൗണിനെ പ്ലാസ്റ്റിക് മുക്തമാക്കുകയും മാലിന്യമുക്തമാക്കുകയും ചെയ്യുന്ന നടപടിയുമായി നഗരസഭ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിന് മുൻകൈയെടുത്ത ഇവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പയ്യനങ്ങാടി മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെ റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള മാലിന്യങ്ങളാണ് നീക്കം ചെയ്തത്. പ്ലാസ്റ്റിക് കുപ്പികളും വേസ്റ്റ് പ്ലാസ്റ്റിക് കവറുകളും പൊറ്റിലത്തറയിൽ പ്രവർത്തകരെത്തിച്ചു. പരിസ്ഥിതി സംരക്ഷണ കൂട്ടായ്മയിൽ അംഗങ്ങളായ അരുൺ ചമ്പ്ര, ബിജു അമ്പായത്തിൽ, മുബാറക് കൊടപ്പനക്കൽ, ഷബീർ നെല്ലിയാളി, പ്രസാദ് തൃക്കണ്ടിയൂർ, മനോജ് ജോസ് എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകി. തിരൂർ മണ്ഡലം ദുബായ് KMCCയുടെ വെൽഫെയർ സ്കീം 10 ലക്ഷം രൂപയും മണ്ഡലം വൈറ്റ് കാർഡ് അംഗങ്ങൾക്കുള്ള കോവിഡ് പ്രതിരോധ കിറ്റും കൈമാറി. കുർക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. തിരൂർ മണ്ഡലം ദുബായ് KMCCയുടെ വെൽഫെയർ സ്കീം ഫണ്ട് 10 ലക്ഷം രൂപയും മണ്ഡലം വൈറ്റ് കാർഡ് അംഗങ്ങൾക്കുള്ള കോവിഡ് പ്രതിരോധ കിറ്റിന്റെ വിതരണോദ്ഘാടനവും കുർക്കോളി മൊയ്തീൻ MLA നിർവഹിച്ചു. ഇവിടുന്ന് പല ആളുകളും വിദേശത്തേക്ക് പല രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അത് ഗൾഫിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ പോകുന്നതിന് മുമ്പേ പ്രവാസ ജീവിതം നമ്മുടെ രാജ്യത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ അവരൊക്കെ പോയതുപോലെയല്ല നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ പോയത്. കാലി കീശയുമായി ഒഴിഞ്ഞ വെറും ഉള്ള കൈയുമായിട്ടാണ് അവർ പോയത്. അവിടെ ചെന്ന് പട്ടിണി കിടന്നു. ആ പട്ടിണി നിവർത്തി പിന്നീട് കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റാൻ പരിശ്രമിച്ചു. നാടിൻ്റെ തന്നെ പട്ടിണി മാറ്റുന്ന വാഹകരായി അവർ മാറുന്ന ഒരു ചരിത്രമാണ് നമ്മൾ കണ്ടത്. അവരിതാ തൻ്റെ കൂട്ടുകാർ ഇടക്ക് വെച്ച് കൺമറഞ്ഞു പോകുമ്പോൾ ആ കുടുംബത്തിനെ സഹായിക്കാൻ വലിയൊരു സഹായഹസ്തം അവരുടെ പ്രത്യേകമായ ഒരു റിലീഫ് പരിപാടി അവർ സംഘടിപ്പിച്ചു. അവരുടെ വെൽഫെയർ സ്കീം, ആ സ്കീമിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നാട്ടിൽ നിന്ന് തലക്കാട് പഞ്ചായത്തിലെ ഒരു സുഹൃത്ത് മരണപ്പെട്ടപ്പോൾ ആ കുടുംബത്തിൻ്റെ വേദന അടയ്ക്കാനും അവർക്ക് ആശ്വാസം നൽകുവാനും അവർ ഈ സ്കീമനുസരിച്ച് സ്വരൂപിച്ച തുകയിൽ നിന്ന് 10 ലക്ഷം രൂപ കൊടുക്കുന്ന ഒരു ചടങ്ങിലാണ് നമ്മൾ ഒത്തുകൊണ്ടിരിക്കുന്നത്. ദുബായ് KMCC സംസ്ഥാന ജനറൽ സെക്രട്ടറി മുസ്തഫ തിരൂർ അധ്യക്ഷനായിരുന്നു. മണ്ഡലം ലീഗ് ജനറൽ സെക്രട്ടറി വട്ടം മാലിക്കോയ, ദുബായ് KMCC മണ്ഡലം പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി പറവന്നൂർ, മയ്യേരി കുഞ്ഞുമുഹമ്മദ് മാസ്റ്റർ, AP സബാഹ്, KK റിയാസ്, മൻസൂർ പുല്ലൂർ, KP റിയാസ്, സുലൈമാൻ മുസ്ലിയാർ, ലത്തീഫ് കൊളക്കാടൻ, അഡ്വക്കേറ്റ് AK മുസമിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ലോക്ഡൌണിന്റെ മറവിൽ മണൽക്കടത്ത് വ്യാപകമാകുന്നതായി പരാതി. മണൽക്കടത്ത് തടയാൻ പോലീസും രംഗത്ത്. തിരൂർ CI TP ഫർഷാദിന്റെ നേതൃത്വത്തിൽ പരിശോധന കർശനമാക്കി. ലോക്ഡൌണിന്റെ മറവിൽ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് മണൽക്കടത്ത് വ്യാപകമാവുകയാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ പൊന്നാനിപ്പുഴയിൽ പടിഞ്ഞാറക്കര ഭാഗത്തും അനധികൃതമായി മണൽ കയറ്റിയ 5 വഞ്ചികളാണ് CI TP ഫർഷാദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടിച്ചെടുത്തത്. തുടർന്ന് നശിപ്പിച്ച് മണൽ ശേഖരം പുഴയിലേക്ക് തന്നെ തള്ളി. പുറത്തൂർ, പള്ളിക്കടവ, പടിഞ്ഞാറക്കര ജെട്ടി ലൈൻ, തിരുനാവായ ബന്ദർക്കടവ, ബീരാഞ്ചിറ, കുഞ്ചിക്കടവ, പുറത്തൂർ പള്ളിക്കടവ എന്നിവിടങ്ങളിൽ നിന്നാണ് വ്യാപകമായി മണൽ കടത്തുന്നുള്ള പരാതിയുള്ളത്. രാത്രി 12 മണി തൊട്ട് പുലരുവോളം ആവശ്യക്കാർക്ക് മണലെത്തിച്ചു നൽകാൻ പ്രത്യേക സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. നൈറ്റ് പട്രോളിംഗ് വേണ്ടത്ര രീതിയിൽ സജീവമാവാത്തതും ഇക്കൂട്ടർക്ക് സഹായകമാകുന്നുണ്ട്. വഞ്ചിയിൽ മണൽ കയറ്റി മണൽ മാഫിയ സംഘങ്ങൾക്ക് എത്തിച്ചു നൽകുന്ന പുഴയോരത്തുള്ള തൊഴിലാളികളാണ് മിക്ക സമയങ്ങളിലും പോലീസ് വലയിലാകുന്നത്. പോലീസ് വേഗത്തിലെത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഏജന്റുമാർ സന്ദേശം സംഘങ്ങൾക്ക് എത്തിച്ചു നൽകുന്നതുകൊണ്ട് പിടിക്കപ്പെടാനുള്ള സാധ്യതയും കുറവാണ്. പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ പുറത്തിറങ്ങാനുള്ള സഹായവും സംഘം ചെയ്തു കൊടുക്കുന്നതിനാൽ ഇവർ മറ്റു തൊഴിലുകൾ തേടി പോകാറില്ല. അന്വേഷണം കൂടുതൽ കർശനമാക്കിയിട്ടുണ്ടെന്ന് SI ശ്രീ നരേന്ദ്രൻ പറഞ്ഞു. പൗരത്വ നിയമം നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തെ ചോദ്യം ചെയ്തുള്ള ലീഗിന്റെ ഹർജി സുപ്രീം കോടതി മാറ്റിവെച്ചു.
ഹർജി പിന്നീട് പരിഗണിക്കുന്നതിനായി മാറ്റിവെച്ചു. കേന്ദ്ര സത്യവാങ്മൂലത്തിനെതിരെ മറുപടി സത്യവാങ്മൂലം നൽകാൻ ലീഗിന് 2 ആഴ്ച സമയം അനുവദിച്ചു. 2 ആഴ്ച കഴിഞ്ഞ് ഹർജി വീണ്ടും പരിഗണിക്കും. 2 ആഴ്ച കഴിഞ്ഞ ഹർജി വീണ്ടും പരിഗണിക്കും. കഴിഞ്ഞ മാസം 28-ന് പൂർത്തിയാക്കിയ വിജ്ഞാപനം ചോദ്യം ചെയ്ത മുസ്ലിം ലീഗ് നൽകിയ അപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് നടപടിയെ ന്യായീകരിച്ച കേന്ദ്രം സുപ്രീം കോടതിയിൽ ഇന്നലെ എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചത്. 2004-ൽ പുറത്തിറക്കിയ പൗരത്വ നിയമത്തിന്റെ ചട്ടങ്ങളനുസരിച്ച് നേരത്തെയും സമാന സ്വഭാവമുള്ള വിജ്ഞാപനങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ടെന്നായിരുന്നു കേന്ദ്രത്തിന്റെ ന്യായീകരണം. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നെത്തിയ അഭയാർത്ഥികളായ 6 മതവിഭാഗങ്ങൾക്ക് പൗരത്വം നൽകാൻ ചില ജില്ലാ കളക്ടർമാരുണ്ടാക്കിയ അധികാരം കൂടുതൽ സംസ്ഥാനങ്ങളിലെ ജില്ലാ കളക്ടർമാർക്ക് കൂടി ബാധകമാകുന്നത് മാത്രമാണ് പുതിയ വിജ്ഞാപനമെന്ന് കേന്ദ്രം വാദിക്കുന്നു. വിവാദമായ പൗരത്വ ഭേദഗതി നിയമവുമായി പുതിയ വിജ്ഞാപനത്തിന് ബന്ധമില്ല. പുതിയ വിജ്ഞാപനം പഴയ നിയമം അനുസരിച്ചുള്ളതാണ്. അതിനാൽ ലീഗ് നൽകിയ അപേക്ഷ തള്ളണമെന്നും സുപ്രീം കോടതിയിൽ സമർപ്പിച്ച എതിർ സത്യവാങ്മൂലത്തിൽ കേന്ദ്രം ആവശ്യപ്പെടുന്നു. അതേസമയം പുതിയ വിജ്ഞാപനവും സമാന സ്വഭാവമുള്ള പഴയ വിജ്ഞാപനവും നിയമപരമായി നിലനിൽക്കുന്നില്ലെന്നാണ് ലീഗിന്റെ വാദം. പൗരത്വത്തിന് മതപരമായ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാൻ പഴയ നിയമത്തിൽ പഴുതില്ല. അതിനാൽ വിജ്ഞാപനങ്ങൾ റദ്ദാക്കണമെന്നും മുസ്ലിങ്ങളല്ലാത്തവർക്ക് മാത്രം പൗരത്വം നൽകുന്ന നിയമം ഭേദഗതി സ്റ്റേ ചെയ്യണമെന്നും ലീഗ് ആവശ്യപ്പെടും. പൗരത്വ നിയമം പിൻവാതിലിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുകയാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. മതപരമായ വേർതിരിവ് സർക്കാർ കാണിക്കുന്നുവെന്നും അതിനെതിരായാണ് മുസ്ലിം ലീഗ് കോടതിയിൽ പോയതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മരമുറി കേസിൽ പിടിച്ചതിനേക്കാൾ വലുതാണ് മാളത്തിലുള്ളതെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. പിൻവാതിലിലൂടെ പൗരത്വ നിയമം നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെയാണ് മുസ്ലിം ലീഗ് കോടതിയെ സമീപിച്ചതെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി MLA പറഞ്ഞു. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ഇപ്പോഴത്തെ നടപടികൾ പൗരത്വ നിയമം അനുസരിച്ചല്ലെന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ മതപരമായ വേർതിരിവുകളുണ്ടെന്നും അല്ലെങ്കിൽ എല്ലാവർക്കും പൗരത്വം നൽകേണ്ടതാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇതിനെതിരെയാണ് ലീഗ് കോടതിയെ സമീപിച്ചതെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. കേന്ദ്ര സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ സമയം വേണമെന്നതുകൊണ്ടാണ് കോടതിയിൽ സമയം ആവശ്യപ്പെട്ടതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പൗരത്വ നിയമം അനുസരിച്ച് അല്ല എങ്കിൽ എല്ലാവർക്കും കൊടുക്കണമല്ലോ. മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന എല്ലാവർക്കും കൊടുക്കണം. എല്ലാവർക്കും കൊടുക്കുന്നില്ല. അവിടെ മതപരമായ വേർതിരിവ് ഉണ്ട്. ആ മതപരമായ വേർതിരിവ് ഉള്ളതുകൊണ്ടാണ് പൗരത്വ നിയമം പിൻവാതിലിലൂടെ നടപ്പിലാക്കുകയാണ് എന്ന് ഞങ്ങൾ ആരോപിച്ചത്. ഇപ്പോൾ പൗരത്വ നിയമം അനുസരിച്ചല്ല എന്നൊരു അഫിഡവിറ്റും കൊടുത്ത് അവർ കേന്ദ്ര ഗവൺമെൻറ് നിൽക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഔട്ട്കം എന്ത് എന്നുള്ളത് അവരെന്താ ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും. അപ്പോൾ അത് അങ്ങനെ വിശ്വസിക്കാൻ പറ്റൂല, മുഖവിലക്കെടുക്കാൻ പറ്റൂല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അപ്പോൾ അവർ പറഞ്ഞതിന് വിശദമായ മറുപടി കൊടുക്കേണ്ടതുണ്ട് എന്നാണ് ശ്രീ കപിൽ സിബലിൻ്റെ അഡ്വൈസ്, ഞങ്ങളുടെ വക്കീലിൻ്റെ അഡ്വൈസ്. അതനുസരിച്ചാണ് വിശദമായ മറുപടിക്ക് സമയം വേണം എന്നാവശ്യപ്പെട്ടതും അതുപോലെ തന്നെ കേസ് ഇപ്പോൾ മാറ്റിവെച്ചതും. മരമുറി കേസിൽ ഇതുവരെ പുറത്തുവന്ന വിവരങ്ങൾ വെച്ച് നോക്കിയാൽ ഇനിയുമേറെ പുറത്തു വരാനുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. പിടിച്ചതിനേക്കാൾ വലുത് മാളത്തിലുണ്ട്. CPI വകുപ്പൊഴിഞ്ഞതും ഇപ്പോഴത്തെ വിവാദങ്ങളുമെല്ലാം കാണുമ്പോൾ എന്തോ പന്തികേടുള്ളതുപോലെ തോന്നുമെന്നും എന്തോ ഒന്ന് മൂടിവെക്കാൻ സർക്കാർ പെടാപ്പാട് പെടുകയാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മരം വെട്ട് വിവാദം പുറത്തു വരുന്നത് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതിൽ വരെ പന്തികേട് തോന്നുകയാണ്. അപ്പം എന്തായാലും ശരി, നടന്നിരിക്കുന്നത് വലിയ ഒരു നാശം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് സംബന്ധിച്ച് ഞങ്ങളുടെ ചുമതല നിർവഹിക്കുന്നു. അല്ലെങ്കിൽ ഇത് വീണ്ടും ആവർത്തിക്കൂലേ? ഇപ്പോൾ തൃശ്ശൂരും അതുപോലെ മറ്റ് ജില്ലകളിലുമൊക്കെ കാര്യമായി നടന്ന കേസുകൾ ഇപ്പോൾ ഓരോന്നോരോന്ന് ഡെയിലി പുറത്തു വന്നുകൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ ഒരു കാര്യം തെരഞ്ഞെടുപ്പിൻ്റെ മറവിലും അതിൻ്റെ മുമ്പുമൊക്കെ ആയിട്ട് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. പ്രതിസന്ധി കാലത്ത് ജന്മനാടിന് കരുതലായി മാറുകയാണ് UAE കേന്ദ്രമായി പ്രവർത്തിക്കുന്ന UAE കൂട്ടായി സഖാക്കൾ കൂട്ടായ്മ. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സജീവമായ DYFI യൂത്ത് ബ്രിഗേഡിന് പ്രതിരോധ ഉപകരണങ്ങൾ കൈമാറി. KT ജലീൽ MLA ഉപകരണങ്ങൾ നൽകി. പ്രതിസന്ധി കാലത്ത് ജന്മനാടിന് കരുതലായി മാറുകയാണ് UAE കേന്ദ്രമായി പ്രവർത്തിക്കുന്ന UAE കൂട്ടായി സഖാക്കൾ കൂട്ടായ്മ. നിർധന കുടുംബത്തിലെ രോഗികൾക്കും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലും നാടിന് കാവലായി മാറുന്ന കൂട്ടായിലെ DYFI യൂത്ത് ബ്രിഗേഡിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള സാമ്പത്തിക സഹായവും PPE കിറ്റ് ഉൾപ്പെടെയുള്ള പ്രതിരോധ ഉപകരണങ്ങളുമാണ് കൂട്ടായ്മ കൈമാറിയത്. MLA
ഡോക്ടർ KT ജലീലിൽ നിന്നും UAE കൂട്ടായി സഖാക്കളുടെ എക്സിക്യൂട്ടീവ് ഭാരവാഹികളായ PP ജബ്ബാർ, സവാദ് E, സർജാസ് E, ജാബിർ എന്നിവരുടെ സാന്നിധ്യത്തിൽ DYFI യൂത്ത് ബ്രിഗേഡിനുള്ള സഹായവും DYFI കൂട്ടായി മേഖലാ ഭാരവാഹികൾക്കും രോഗികൾക്കുള്ള സഹായം CPM ബ്രാഞ്ച് സെക്രട്ടറിമാർക്കും ഡോക്ടർ KT ജലീൽ MLA വിതരണം ചെയ്തു. കൂട്ടായി സഖാക്കൾ വാട്സപ്പ് കൂട്ടായ്മ സേവന പ്രവർത്തനത്തിന് ഏറ്റവും നല്ല മാതൃകയാണ്. കടലോര മേഖലയിൽ പ്രയാസമനുഭവിക്കുന്ന നിരവധി കുടുംബങ്ങൾക്കാണ് UAE കൂട്ടായി സഖാക്കൾ വാട്സപ്പ് കൂട്ടായ്മയുടെ സഹായവും കൈത്താങ്ങും ലഭിച്ചിട്ടുള്ളത്. നടത്തുന്ന പ്രവൃത്തി ആർക്കാണോ സഹായം നൽകുന്നത് അവരുടെ മുഖം ഒഴിവാക്കിയാണ് ഈ കൂട്ടായ്മ സഹായങ്ങളെല്ലാം നൽകുന്നത് എന്നുള്ളത് മറ്റു പല സംഘടനകളിൽ നിന്നും UAE കൂട്ടായി സഖാക്കൾ വാട്സപ്പ് കൂട്ടായ്മയെ വ്യത്യസ്തമാക്കുന്നു. മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന ഈ കൂട്ടായ്മക്ക് എല്ലാ അഭിവാദ്യങ്ങളും നേരുന്നു. കഴിയുന്ന എല്ലാവരും ഈ കൂട്ടായ്മയിൽ സഹകരിക്കണം, ഇവരുടെ സംരംഭങ്ങളോട് സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കൂട്ടായി സഖാക്കളുടെ എക്സിക്യൂട്ടീവ് ഭാരവാഹികളായ PP ജബ്ബാർ, സവാദ് E, സർജാസ് E, ജാബിർ എന്നിവർ സംബന്ധിച്ചു. മുൻകാലങ്ങളിലും ഇത്തരത്തിലുള്ള വിവിധങ്ങളായ സഹായങ്ങളിലൂടെ നാടിന് കരുത്തു പകർന്നിരുന്നു ഈ കൂട്ടായ്മ. ചടങ്ങിൽ ബ്രാഞ്ച് സെക്രട്ടറിമാരായ ബക്കർ പാണ്ടാഴി, അറപ്പയിൽ സക്കരിയ, EP സാദിഖ്, DYFI കൂട്ടായി മേഖലാ ഭാരവാഹികളായ VK തുഫൈൽ, KP ഫഹദ്, PP ഇസ്മായിൽ, AV ആബിദ്, TP ഷഫീഖ് തുടങ്ങിയവർ പങ്കെടുത്തു. COVID-19 മഹാമാരിക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങായി സൗത്ത് സോക്കേഴ്സ് ഫുട്ബോൾ ഫാൻസ് ക്ലബ്ബും പ്രവർത്തകർ സ്വരൂപിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദുവിനാണ് തുക നൽകിയത്. COVID-19 മഹാമാരിക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് സൗത്ത് സോക്കൺ ഫുട്ബോൾ ഫാൻസ് ക്ലബ്ബ് 61,550 രൂപ കൈമാറിയത്. തുക ക്ലബ് ഭാരവാഹികളായ അരുൺകുമാർ, ഷിൻഡോ എന്നിവർ ചേർന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദുവിന് കൈമാറി. ഫുട്ബോൾ പ്രേമികളുടെ കൂട്ടായ്മയായിട്ടുള്ള സൗത്ത് സോക്കേഴ്സ് ഫുട്ബോൾ ഫാൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ശേഖരിച്ച 61,550 രൂപയുടെ ചെക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എനിക്ക് നൽകിയിരിക്കുകയാണ്. ചെക്ക് കൈമാറിയിരിക്കുന്ന സഹോദരന്മാർക്ക് ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും കായിക പ്രേമികൾ എത്തിക്കുന്നതിനും നാട്ടിലെ കാൽപന്ത് കളിയിലെ പ്രതിഭകളെ കണ്ടെത്തി അവർക്ക് ശരിയായ പരിശീലനവും മാർഗനിർദ്ദേശങ്ങളും നൽകി അവരെ മുന്നോട്ട് നയിക്കാനും വേണ്ടി പ്രവർത്തിക്കുന്ന ഫുട്ബോൾ പ്രേമികളായ യുവാക്കളുടെ സൗഹൃദ കൂട്ടായ്മയാണ് സൗത്ത് സോക്കേഴ്സ് ഫുട്ബോൾ ഫാൻസ് ക്ലബ്ബ്. തെയ്യാല മെയിൻ റോഡിനരികെ മാലിന്യം കെട്ടിനിൽക്കുന്നത് പതിവാകുന്നു. പല ഭാഗങ്ങളിൽ നിന്ന് മാലിന്യം ഈ ഭാഗത്ത് നിക്ഷേപിക്കുന്നതായും ആക്ഷേപം. പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത്. നന്നപ്ര പഞ്ചായത്തിലെ തെയ്യാല അങ്ങാടി മെയിൻ റോഡിനരികെയുള്ള പാടത്ത് മലിനജലവും മാലിന്യങ്ങളും കെട്ടിനിൽക്കുന്നത് പതിവ് കാഴ്ചയാവുകയാണ്. മഴക്കാലം ആരംഭിച്ചതോടെ മാലിന്യങ്ങളിൽ നിന്ന് ദുർഗന്ധവും വന്നു തുടങ്ങിയതോടെ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. 3 പഞ്ചായത്തുകളിലെയും അതിരുകൾ ഉൾപ്പെടുന്ന പ്രദേശം കൂടിയാണ് ഇവിടെ. സമീപത്തെ കടകളിൽ നിന്നും മറ്റും ഡ്രൈനേജ് വഴി ഒഴുക്കിവിടുന്ന അഴുക്കുവെള്ളവും സംഗമിക്കുന്നത് ഇവിടെ തന്നെയാണ്. മഴക്കാലമായതോടെ മിക്ക വാർഡുകളിലും സാനിറ്റേഷൻ ഫണ്ട് ഉപയോഗിച്ച് ശുചീകരണം നടത്തുമ്പോൾ അധികൃതർ പ്രദേശത്ത് തിരിഞ്ഞു നോക്കുന്നില്ലെന്നുള്ള പരാതിയും നിലവിലുണ്ട്. ഈ തെയ്യാലങ്ങാടിയിൽ ഈ പരിസരത്തുള്ള 3 പഞ്ചായത്തിലെ ആൾക്കാരും കൂടി വരുന്നൊരു അങ്ങാടിയും കൂടിയാണിത്. ഈ കാലത്ത് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പരിസരങ്ങളിൽ ഒന്നായിട്ട് വേസ്റ്റും കച്ചറിയും വെള്ളം കെട്ടി നിന്ന് മാലിന്യങ്ങൾ നിക്ഷേപ കേന്ദ്രമായിട്ടാണ് അപ്പോൾ കാണുന്നത്. പോരാത്തതിന് ഇതിൻ്റെ കഴിഞ്ഞ ഗവൺമെൻറ് ഒരു കോടി ഉറുപ്പ്യേൻ്റെ ഒരു ബഡ്ജറ്റിൽ ഒരു അരിച്ചാൽ കെട്ടാൻ വേണ്ടി ഡ്രെയിനേജ് ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്ത ആ ഡ്രെയിനേജിൻ്റെ ഒരു ഭാഗത്തിൻ്റെ വെള്ളം ഇതിലേക്കാണ് വരുന്നത്. ഒരു ഭാഗത്ത് ഇങ്ങനെ തോട്ടിലേക്ക് ഒഴിഞ്ഞു പോകുന്നു, ഒരു ഭാഗത്ത് ഇത് ആകെ വൃത്തികേടായ ഇനമായ രീതിയിലാണ് കിടക്കുന്നത്. ഇതിന് ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് പല പ്രാവശ്യങ്ങളാണ് കൊടുത്തിട്ട് ആരും നോക്കാനും ശ്രദ്ധിക്കാനും വിട്ടുപോയതാണ്. ഇത് ഉദ്യോഗസ്ഥർ ഇതിന് വേദനമായിട്ട് നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധമായി രംഗത്ത് വരുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. എല്ലാ ജനങ്ങളും കാണുന്ന സംഭവമാണിത്. ഈ കോലത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവുമോ? ഈ ഒരു അങ്ങാടിയിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ? പിന്നെ എല്ലാ വേസ്റ്റ് വെള്ളം എല്ലാ ഈ അങ്ങാടിയിലുള്ള ബിൽഡിങ്ങുകളിലുള്ള വേസ്റ്റ് വെള്ളം അങ്ങാടി കച്ചറെല്ലാം കൂടി വരണല്ലോ. ഇതിന് ഒരു പ്രത്യേക പരാതിൻ്റെ ആവശ്യമില്ല. എല്ലാവരും കാണുന്ന ഒരു സംഭവമാണിത്. ശുചീകരണം നടന്നിട്ടില്ലല്ലോ.
നടക്കാത്തതിൻ്റെ ആളപ്പം മഴക്കാലം കരുതി പ്രത്യേക ശുചീകരണങ്ങളൊക്കെ പഞ്ചായത്ത് നടത്തുന്നുണ്ടല്ലോ. അങ്ങനെ ഇതുണ്ടല്ലോ. അത് ഇപ്പോൾ നമ്മൾ പറയാതെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പഞ്ചായത്ത് പ്രത്യേക ഗവൺമെൻറ് എല്ലാ ഇതും ചെയ്തിട്ടുണ്ട്. അതുപോലും നടന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ അതിൻ്റെ നമുക്ക് മനസ്സിലാവുന്നത്. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് KSRTC ജീവനക്കാർ കേന്ദ്ര സർക്കാർ ഓഫീസ് ധർണ നടത്തി. ധർണ CPM തിരൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P. ഹംസക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. പെട്രോൾ ഡീസൽ വില വർധനവിൽ പ്രതിഷേധിച്ചാണ് KSRTC ജീവനക്കാരുടെ സംഘടനയായ KSRTEC CITUവിന്റെ നേതൃത്വത്തിൽ തിരൂർ ആദായ നികുതി ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. ധർണ CPM തിരൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P. ഹംസക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. അടിക്കടി ഇന്ധനത്തിന്റെ വില വർദ്ധിപ്പിക്കുകയാണ്. രാജ്യത്ത് കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരായ ആളുകൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കൂലിയും വരുമാനവുമില്ലാതെ പ്രയാസപ്പെടുന്ന ഘട്ടത്തിലാണ് അവർക്ക് ഇരുട്ടടി എന്നുള്ള വിധത്തിൽ ഇത്തരത്തിൽ ഇന്ധനവിലകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ധനവിലകൾ വർദ്ധിപ്പിക്കുമ്പോൾ, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുമ്പോൾ യാത്ര ചരക്ക് കൂലി വർദ്ധിക്കുന്നു. ഒരു സ്കൂട്ടറിൽ എണ്ണയടിക്കുന്ന ആളാണെങ്കിൽ പോലും ഈ മോഡി അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു മാസം 900 രൂപ അധികം കൊടുക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. 900 രൂപ എന്ന് പറഞ്ഞാൽ 10,000 ഉറുപ്പിക. സാധാരണക്കാരായ ആളുകളുടെ പോക്കറ്റ് കൊള്ളയടിക്കുന്ന തരത്തിലേക്ക് ഇവിടെ ഇന്ധനവിലകൾ നിരന്തരം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അർഷാദ് ഹുസൈൻ, ധനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര കരിനിയമങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താനൂരിൽ ലക്ഷദ്വീപ് ഐക്യദാർഢ്യ സമരം സംഘടിപ്പിച്ചു. മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി KR റഹീം സമരം ഉദ്ഘാടനം ചെയ്തു. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് താനൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിലാണ് മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലക്ഷദ്വീപ് ഐക്യദാർഢ്യ സമരം സംഘടിപ്പിച്ചത്. കേന്ദ്ര കരിനിയമങ്ങൾ പിൻവലിക്കുക, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ തിരിച്ചുപോകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി നടന്ന സമരം മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി KR റഹീം ഉദ്ഘാടനം ചെയ്തു. ഭാവി വൽക്കരണത്തിനും കോർപ്പറേറ്റ് വൽക്കരണത്തിനും ലക്ഷദ്വീപിലെ ഭരണകൂടം നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഗോമാംസം നിരോധിച്ചും ഗോവധം നിരോധിച്ചും ലക്ഷദ്വീപ് ജനതയുടെ 99% വരുന്ന ജനതയും ഭക്ഷിക്കുന്ന മാംസം നിരോധിക്കുന്ന നടപടിയാണ് ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്റർ കൈക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, 4 ഭാഗവും കടലിനാൽ ചുറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപ് സമൂഹം. ഇന്ത്യയിലെ തീരദേശത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയ CRZ നിയമം നാളിതുവരെ ലക്ഷദ്വീപിൽ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ലക്ഷദ്വീപിന് ആ കാര്യത്തിൽ ഒരു പ്രത്യേക പരിരക്ഷ ഉണ്ടായിരുന്നു. ആ പരിരക്ഷ എടുത്തുകളഞ്ഞ് ലക്ഷദ്വീപിൽ CRZ നിയമം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് PP സൈദലവി അധ്യക്ഷനായിരുന്നു. ജില്ലാ ട്രഷറർ KPM കോയ, സംസ്ഥാന കമ്മിറ്റി അംഗം M അനിൽകുമാർ, ജില്ലാ കമ്മിറ്റി അംഗം സോമസുന്ദരൻ, MP മുഹമ്മദ് സറാർ എന്നിവർ സംസാരിച്ചു. ലക്ഷദ്വീപിലെ മത്സ്യത്തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററും സ്വീകരിക്കുന്നത്. ഇതിനെതിരെ പ്രതിഷേധം ശക്തമാക്കണമെന്ന് മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. മുസ്ലിം വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് നീതി ഉറപ്പാക്കാൻ സർക്കാർ നിയമം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ക്യാമ്പസ് ഫ്രണ്ട് വിദ്യാർത്ഥി പ്രതിഷേധം സംഘടിപ്പിച്ചു. പുത്തനത്താണിയിൽ നടന്ന പ്രതിഷേധം ക്യാമ്പസ് ഫ്രണ്ട് മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് സുഹൈബ് ഉഴൂർ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് നീതി ഉറപ്പാക്കാൻ സർക്കാർ നിയമം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ക്യാമ്പസ് ഫ്രണ്ട് മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി പ്രതിഷേധം സംഘടിപ്പിച്ചു. പുത്തനത്താണിയിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധം ക്യാമ്പസ് ഫ്രണ്ട് മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് സുഹൈബ് ഉഴൂർ ഉദ്ഘാടനം ചെയ്തു. UPA സർക്കാർ എല്ലാ സംസ്ഥാനങ്ങളും നിർദ്ദേശം കൊടുക്കുകയും ന്യൂനപക്ഷ വികസനത്തിന് വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടി കൃത്യമായി ഇടപെടാൻ നിർദ്ദേശം കൊടുക്കുകയുണ്ടായി. ആ അവസരത്തിലാണ് 2007 അന്ന് കേരളം ഭരിച്ചിരുന്ന PS അച്യുതാനന്ദന്റെ ഗവൺമെന്റ്, അന്ന് മന്ത്രിയായിരുന്ന പാലോളി മുഹമ്മദ് കുട്ടിയുടെ അധ്യക്ഷതയിൽ ഒരു സമിതിയെ രൂപീകരിക്കുകയും കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥയെപ്പറ്റി പഠിക്കുവാൻ വേണ്ടി സമിതി രൂപീകരിക്കുകയും ചെയ്തപ്പോ അന്ന് സച്ചാർ കമ്മിറ്റി എന്തൊക്കെയാണോ കണ്ടെത്തിയത് അതേ കാര്യങ്ങൾക്ക് അടിവരയിട്ടുകൊണ്ട് പാലോളി മുഹമ്മദ് കുട്ടി കമ്മിറ്റിയും കേരളത്തിന് മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിനുശേഷമാണ് കേരളത്തിലെ മുസ്ലിം യുവജന ക്ഷേമത്തിന് വേണ്ടി കേരളത്തിൽ ന്യൂനപക്ഷ വകുപ്പ് രൂപീകരിക്കുകയും അവിടെ നിയമനിർമ്മാണം നടക്കുകയും ഉണ്ടായത്.
സച്ചാർ പാലോളി കമ്മിറ്റികളുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ടുള്ള കോടതി വിധി പ്രതിഷേധാർഹമാണെന്നും ഇതിനെതിരെ മുസ്ലിം വിദ്യാർത്ഥികളുടെ ആനുകൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അടിയന്തരമായി ഇടപെട്ട് സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്നും ജില്ലാ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. പരിപാടിയിൽ അർഷാദ് പട്ടണക്കാവ്, മുസ്തഫ ഷാനുരി, യാസിർ വളാഞ്ചേരി, സിറാജ് പുത്രന്താണി തുടങ്ങിയവർ സംബന്ധിച്ചു. മഴ ശക്തമായതോടെ താനാളൂർ ആലിച്ചുവട് പ്രദേശത്ത് വെള്ളക്കെട്ടും രൂക്ഷമായി. 10ഓളം വീട്ടുകാർ ഏതു നിമിഷവും വെള്ളം കയറുമെന്ന ഭീതിയിൽ. വെള്ളം ഒഴിഞ്ഞുപോയിരുന്ന ഓടകൾ ചിലർ അടച്ചതാണ് വെള്ളക്കെട്ടിന് കാരണമായതെന്ന് പ്രദേശവാസികൾ. പഞ്ചായത്തിൽ പരാതിപ്പെട്ടിട്ടും പരിഹാരമായില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. അതേസമയം പൈപ്പിട്ട് വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചതായി വാർഡ് മെമ്പർ പി സതീശൻ മാസ്റ്റർ പറഞ്ഞു. 2 ദിവസം മഴ പെയ്തപ്പോഴേക്കും താനാളൂർ പഞ്ചായത്തിലെ 18-ാം വാർഡ് ആലിച്ചുവട് പ്രദേശം വെള്ളത്തിലായി. നിലാമ്പിലാക്കൽ മുസ്തഫ, കണ്ണഞ്ചേരി കാലായി മുഹമ്മദ്, എടശ്ശേരി മുരളി, മങ്ങാടത്ത് കുഞ്ഞോൻ എന്നിവരുടെ വീടുകളിലാണ് ഇപ്പോൾ വെള്ളം കയറിയത്. ഇനിയും നിർത്താതെ മഴ പെയ്താൽ പ്രദേശത്തെ 10-ലധികം വീടുകൾ പൂർണ്ണമായും വെള്ളം കയറുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഞാൻ ഇന്ന് രാവിലെ പോയി കണ്ട് മെമ്പറെ കണ്ട് വട്ടത്താണിക്കിൽ വെച്ച് മെമ്പറെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ മെമ്പർ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിവിടെ വന്നപ്പോൾ പിന്നെ ഒരു കല്യാണ ആവശ്യത്തിന് വേണ്ടി വന്നപ്പോൾ ഇവിടെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് അന്നാണ് പറഞ്ഞത്. അന്നൊന്നും ചെയ്തില്ല, നാട്ടുകാരോടൊക്കെ പറഞ്ഞ് എന്നൊക്കെയാണ് മെമ്പർ പറഞ്ഞത്. ഞാൻ വന്നു നോക്കാമെന്നും മെമ്പർ പറഞ്ഞിരുന്നു. പിന്നെ ഇതുവരെയായിട്ടും മെമ്പർ വന്നു നോക്കിയിട്ടില്ല. ഞാൻ ഈ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ. മഴ ഇനി മഴ ഉള്ളതാണ്, വേഗം വരണം എന്നൊക്കെ പറഞ്ഞാണ്. ഇതുവരെയായിട്ട് മെമ്പർ വന്നു നോക്കിയിട്ടുമില്ല. എല്ലാ വർഷവും ഇങ്ങനെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ആവശ്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞും ചെയ്തിരുന്നു മെമ്പറോട്. മെമ്പർ ഇതുവരെയായിട്ട് വന്നിട്ടില്ല. സുഗമമായി വെള്ളം ഒഴുകിപ്പോയിരുന്ന ഓടകൾ ചില സ്വകാര്യ വ്യക്തികൾ അടച്ചതാണ് വെള്ളം പൊങ്ങാൻ കാരണമായത്. ഒരു പൈപ്പിട്ടാൽ നേരിയ പരിഹാരമാവുമെന്നതിനാൽ പ്രദേശത്തുള്ളവർ ഇതിന്റെ ചെലവിലേക്കായി വാർഡ് മെമ്പർ സമീപിച്ചെങ്കിലും ഫണ്ടില്ലെന്ന് പറഞ്ഞ് കൈമലർത്തുകയാണ് ചെയ്തതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ അയൽവാസിയിലാണ്. ഇതേമാതിരിയാണ് എൻ്റെ വീടിൻ്റെ പരിസരവും. ഇതിപ്പോൾ ഇതിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാലമായി ഞാൻ 10-12 കൊല്ലമായി ഇവിടുത്തെ വാർഡ് മെമ്പറും അതിൻ്റെ അധികാരികളോടൊക്കെ ചെന്ന് സംസാരിക്കണേ. പക്ഷേ അവരാരും ഇതിനൊന്നും അവരടുത്ത് ചെല്ലുമ്പോൾ അവരൊക്കെ കൈമലർത്തുകയാണ്. ഒരുപാട് കാലമായി ഇപ്പം അടുത്ത് വന്ന് എന്നിട്ടും അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ വർഷം വന്നിട്ട് മെമ്പർ വന്നിട്ട് പറഞ്ഞു 1000 റുപ്യ ഞാൻ തരാമെന്ന്. അവരൊന്നും ഇതിനുള്ള തീരുമാനങ്ങൾ കണ്ടെത്തുന്നില്ല. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിലാണ് ഈ വീട്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന പരിസരം എൻ്റെ വീടൊക്കെ ഇതിലുണ്ട്, എല്ലാ പരിസരങ്ങളുണ്ട്. വെള്ളം പോകാനൊരു നിവൃത്തിയില്ല. ആദ്യമൊക്കെ പോയിന്ന് റിക്കാർഡിക്കൽ വഴികളൊക്കെ ഉണ്ട്, അതൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തീരുമാനങ്ങൾ പെട്ടെന്ന് അധികാരികൾക്ക് എത്തിച്ചിട്ട് അതിനുള്ള തീരുമാനങ്ങൾ കണ്ടെത്തുക. ബുദ്ധിമുട്ടാണ് വീട്ടിൽ. അതേപോലെ എൻ്റെ കുട്ടി വരെ വീട്ടിലില്ല, വെള്ളത്തിൻ്റെ പ്രശ്നമായതുകൊണ്ട്. കുട്ടീനെ വരെ ഞാൻ ഭാര്യ വീട്ടിലേക്ക് പറഞ്ഞു വെച്ചിരിക്കുന്നു, ഭാര്യേൻ്റെ കൂടെ. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടാണ്. വീട്ടിൽ പ്രായ ഉമ്മയാണ്, പിന്നെ ഒരു ബാത്റൂമാണ് ഉള്ളത്. ഭയങ്കര കഷ്ടത്തിലാണ്. അതിനനുസരിച്ചുള്ള കൈകാര്യങ്ങൾ അധികാരികൾ പെട്ടെന്ന് ശരിയാക്കി തരിക. വെള്ളം കെട്ടി നിൽക്കാൻ കാരണം എന്ന് വെച്ചാൽ വെള്ളം റോഡൊക്കെ പൊന്തി, പിന്നെ വെള്ളം ബാക്കിലൊരു ചാലുണ്ട്. അപ്പോൾ ആ ചാലിന് അവിടെ എത്തുന്ന അതൊക്കെ അടഞ്ഞിരിക്കണിപ്പോൾ. അതൊക്കെ ഇനിയിപ്പോൾ റിക്കാർഡിക്കലായിട്ട് നിയമപരമായിട്ടുള്ള കൈകാര്യങ്ങൾ നടത്തിക്കോട്ടെ, നമുക്ക് ബുദ്ധിമുട്ടില്ല, ആരും ബുദ്ധിമുട്ടിക്കും വേണ്ട. വെള്ളം ഇപ്പോൾ ആർക്കായാലും ഇതിപ്പോൾ ബാത്റൂമിലും പോകാൻ വയ്യ, കിണറിലെ വെള്ളം കുടിക്കാൻ വയ്യ, ഒന്നിനും വയ്യ. ഒരാളടുത്തേക്ക് എത്ര വെച്ചിട്ട് നമ്മൾ പോലെ പറ്റൂല. അപ്പോൾ അതൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ ഇത്രയും പെട്ടെന്ന് ശരിയാക്കി തരിക. അതേസമയം വാർഡിലെ ആലിച്ചുവട് മേഖലയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രശ്നത്തിന് 2 ആഴ്ച മുമ്പ് തന്നെ ബന്ധപ്പെടുകയും പൈപ്പിടുന്നതിന് വേണ്ട ഏർപ്പാടുകൾക്ക് അവിടെയുള്ള ആളുകളെ തന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്തതാണെന്ന് വാർഡ് മെമ്പർ പി സതീശൻ മാസ്റ്റർ പറഞ്ഞു. ഈ പ്രശ്നം ഇപ്പം ഉണ്ടായതല്ല. യഥാർത്ഥത്തിൽ 2 ആഴ്ച മുമ്പ് ഞാൻ ഇതിൻ്റെ ഗുണഭോക്താക്കളെ പ്രധാനപ്പെട്ട 3-4 ആളുകളെ കണ്ടിരുന്നു. പൈപ്പ് വാങ്ങേണ്ട കാര്യവും അതിനുള്ള ഏർപ്പാടുണ്ടാക്കാനും നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ എടുക്കുക, എന്നിട്ട് ഇനി എന്താണ് വരുന്നത് അതിൻ്റെ ഒരു തുക നിങ്ങളെ ഒരു കടലാസാക്കി ഒരു പരാതിയാക്കി പഞ്ചായത്തിന് തരിക, ആ രീതിയിൽ ചെയ്യാം. ഇനി അതല്ല, ഞാൻ എൻ്റെ കയ്യിൽ നിന്നുള്ളൊരു കോൺട്രിബ്യൂഷൻ തന്നുകൊണ്ടാണ് ഇത് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത്തരം നീക്കങ്ങളൊന്നും ഇതുവരെ നടന്നില്ല. അപ്പോൾ ഇന്നലെ വെള്ളം കയറിയപ്പോഴാണ് ഇവർ വീണ്ടും പ്രശ്നങ്ങളായിട്ട് വന്നിട്ടുള്ളത്. ഞാൻ നേരിട്ട് അവിടെ പോയിട്ടുണ്ട്. ഇപ്പോൾ പൈപ്പ് വാങ്ങാനുള്ള കാര്യങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പൈപ്പ് വാങ്ങുക എന്നത് തീർച്ചയായിട്ടും ആ ഗുണഭോക്താക്കളുടെ കൂടി ആവശ്യമാണ്. അവരും കൂടി ചേർന്നാണ് ചെയ്യുക. പഞ്ചായത്തിൻ്റെ എന്തെങ്കിലും വിഹിത ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പരാതി കിട്ടിയാൽ കൊടുക്കുകയും ചെയ്യാം. ഇതുവരെ അതുമായി ബന്ധപ്പെട്ട ഒരു അപേക്ഷയോ പരാതിയോ ഒന്നും പഞ്ചായത്തിലേക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ വെള്ളം ഉയരുന്നതുവരെ ഇക്കാര്യങ്ങൾ നീക്കാതിരുന്നതാണ് വെള്ളം ഉയരാൻ കാരണമായത്. ഇപ്പോൾ വീണ്ടും അവർ ബന്ധപ്പെട്ടിരുന്നു. പൈപ്പ് വാങ്ങാൻ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ ഉള്ള പ്രശ്നമാണ്. 2 വർഷം മുമ്പ് ഇപ്പോൾ പ്രസിഡന്റ് ആയിരിക്കുന്ന മല്ലിക ടീച്ചർ അതിൽ ഇടപെട്ടതാണ്. മല്ലിക ടീച്ചർ ഒരു വിഹിതം അവരെ ഏൽപ്പിക്കുകയും ചെയ്തതാണ്. പക്ഷെ അന്നൊന്നും ആ പൈപ്പിടൽ ചെയ്തില്ല. യഥാർത്ഥത്തിൽ പ്രശ്നം വരുമ്പോൾ മാത്രം ഒരു
ഉന്നയിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ കൂട്ടി ഇത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇത് അവിടുത്തെ മാത്രമല്ല, വാർഡിൽ വെള്ളം കയറിയ പല സ്ഥലങ്ങളിലും ഇതേ പ്രശ്നമുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഇടപെടുന്നുമുണ്ട്. പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ കർത്തവ്യം കൃത്യമായി നിർവഹിക്കും. ചില കാര്യങ്ങളിൽ ചിലപ്പോൾ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തുകൊണ്ടാവാം, ചിലത് പഞ്ചായത്തിനെ കൊണ്ട് സഹായിപ്പിച്ചുകൊണ്ടാവാം. എന്തായാലും വെള്ളം കയറുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന എല്ലാ ഇടപെടലും നടത്തുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പഞ്ചായത്തിന് മാത്രം കഴിയുന്നതല്ല. ചില തർക്കങ്ങളുള്ളത് ആ തർക്ക പരിഹാരം നടത്തണം. ചിലത് വില്ലേജ് ഓഫീസറോ RDO ഒക്കെ ഇടപെടേണ്ടി വരും. ഈ കേസിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പൈപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യാം. പൈപ്പ് വാങ്ങാനുള്ള കാര്യങ്ങൾ ഇന്നും അവിടെ പോയി കാര്യങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. SYS വെബ് പോർട്ടൽ ലോഞ്ചിംഗ് നടത്തി. SYS താനൂർ സോൺ കമ്മിറ്റി സജ്ജീകരിച്ച വെബ് പോർട്ടൽ ലോഞ്ചിംഗ് മന്ത്രി V. അബ്ദുറഹ്മാൻ നിർവഹിച്ചു. SYS താനൂർ സോൺ കമ്മിറ്റി സജ്ജീകരിച്ച വെബ് പോർട്ടലിന്റെ ലോഞ്ചിംഗ് മന്ത്രി V. അബ്ദുറഹ്മാൻ നിർവഹിച്ചു. വിവരസാങ്കേതികതയുടെ നവീന സാധ്യതകൾ ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച പോർട്ടൽ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചും പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. സംഘടനയുടെ പദ്ധതികൾ, സാന്ത്വനം, വളണ്ടിയർ സേവനം ഉൾപ്പെടെയുള്ളവയും ക്രോഡീകരിക്കുന്നതിനും വിപുലമാക്കുന്നതിനും വേണ്ടിയാണ് സംവിധാനം ഉപയോഗപ്പെടുത്തുക. താനൂർ സോണിന് കീഴിലുള്ള 72 യൂണിറ്റുകളുടെ കൃത്യവും സുതാര്യവും സമയബന്ധിതവുമായ പദ്ധതി ഏകോപനത്തിനും ഉപകരിക്കുന്നതാണ് പോർട്ടൽ. താനൂർ സോൺ വൈസ് പ്രസിഡന്റുമാരായ സൈനുദ്ദീൻ ബാക്കവി പകര, സക്കീർ സക്കാഫി മങ്ങാട, സെക്രട്ടറി ഷാഫി കാളാട്, പ്രവർത്തക സമിതി അംഗം അബ്ദുൽ ഹമീദ് പുത്തൻതെരു തുടങ്ങിയവർ സംബന്ധിച്ചു. വാരണാക്കര കച്ചേരിക്കുളം റോഡ് റെഡ് ആർമി കൾച്ചറൽ സെന്റർ പ്രവർത്തകർ ശുചീകരിച്ചു. പ്രദേശത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമാണ് റെഡ് ആർമി കൾച്ചറൽ സെന്റർ. മാലിന്യം നിറഞ്ഞ് ഗതാഗതം ദുർഘടമായ വാരണാക്കര കച്ചേരിക്കുളം റോഡാണ് റെഡ് ആർമി കൾച്ചറൽ സെന്റർ പ്രവർത്തകർ ശുചീകരിച്ചത്. കോവിഡ് മഹാമാരിക്കാലത്ത് പ്രദേശത്ത് ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി നിരവധി സഹായങ്ങളാണ് റെഡ് ആർമി കൾച്ചറൽ സെന്റർ നേതൃത്വം നടത്തിയത്. യൂസഫ് അലി, ഷംസു, കുഞ്ഞുട്ടി, ഇഹ്സാൻ, മജീദ്, ജാസിം, യാസിർ, ഷമീം ഷാ, മുഹമ്മദ് ഉസ്മാൻ, സിറാജ് എന്നിവർ പങ്കാളികളായി. വളരെ ശ്ലാഘനീയപരമായ കാര്യമാണ്. വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള മാതൃകാപരമായ കാര്യങ്ങളുമായി സന്നദ്ധമായി നാടിനകത്തുണ്ടാകുമെന്നുള്ള ഉറപ്പുകൂടി നൽകുകയാണ്. ഈ COVID-19 ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ഒരുപാട് മാതൃകാപരമായ നാടിനകത്തെ അധസ്ഥിത വിഭാഗത്തിന് മികച്ച രീതിയിൽ അവർക്കുള്ള സേവനവുമായി റെഡ് ആർമി കൾച്ചറൽ സെന്ററിന്റെ പ്രവർത്തകർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അത് ഈ നാടിനകത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾ അത് അനുഭവിച്ചു തന്നെയാണ്. വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള മാതൃകാപരമായ പ്രവർത്തനവുമായി മുന്നിട്ടുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ക്രിയാത്മകമായ ഇടപെടൽ വെട്ടം പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാകുന്നു. കാലവർഷം കനത്തതോടെ കോവിഡ് രോഗം തുടരുന്നതോടൊപ്പം ഡെങ്കിപ്പനി പോലുള്ള മഴക്കാല രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് അണുനശീകരണ പ്രവർത്തനങ്ങളുമായി യൂത്ത് ലീഗ് പ്രവർത്തകർ രംഗത്തെത്തിയത്. പര്യാവരൻ ടൗൺ മസ്ജിദ്, KSCB തുടങ്ങിയ കേന്ദ്രങ്ങൾ പൂർണ്ണമായും ഫോഗിംഗ് നടത്തി. VA ലത്തീഫ്, KM ഹസൻ, ഷഫീഖുന്നത്ത, UP കമർ മാസ്റ്റർ, ഹാസി വെട്ടം, ഖാദർ ആലിച്ചുവട, അർഫാത്ത്, ഹാരിസ്, ജാഫർ പരിയാവരം, അംസക്കുട്ടി, മൻസൂർ, റഷാദ്, ഷറഫു തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അവശ്യവസ്തുക്കൾ വിൽക്കുന്ന കടകൾ രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെ പ്രവർത്തിക്കും. പൊതുഗതാഗതം ഭാഗികമായി അനുവദിക്കും. മദ്യശാലകളും തുറക്കും. സമ്പൂർണ്ണമായ തുറന്നുകൊടുക്കലുണ്ടാവില്ല. സംസ്ഥാനത്ത് ഇന്ന് 12,246 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,04,120 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.76%. ജില്ലയിൽ ചൊവ്വാഴ്ച കോവിഡ് ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക് 13.69% രേഖപ്പെടുത്തി. 1072 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. 2351 പേർ രോഗമുക്തരായി. പൊതുജലാശയത്തിലെ മത്സ്യകൃഷി നിക്ഷേപ പദ്ധതിക്ക് തിരുനാവായ ബന്ദർക്കടവിൽ തുടക്കമായി. പരപ്പനങ്ങാടി ഉളണം മത്സ്യവിത്ത് ഫാമിൽ ഉൽപ്പാദിപ്പിച്ച 4 ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് ഇവിടെ നിക്ഷേപിച്ചത്. പദ്ധതിയുടെ ഉദ്ഘാടനം കുർക്കോളി മൊയ്തീൻ നിർവഹിച്ചു. പൗരത്വ നിയമം നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തെ ചോദ്യം ചെയ്തുള്ള ലീഗിന്റെ ഹർജി സുപ്രീം കോടതി മാറ്റിവെച്ചു. 2 ആഴ്ച കഴിഞ്ഞ് ഹർജി വീണ്ടും പരിഗണിക്കും. പൗരത്വ നിയമം പിൻവാതിലിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുകയാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി.
കേന്ദ്ര കരി നിയമങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താനൂരിൽ ലക്ഷദ്വീപ് ഐക്യദാർഢ്യ സമരം സംഘടിപ്പിച്ചു. മുസ്ലിം വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് നീതി ഉറപ്പാക്കാൻ സർക്കാർ നിയമം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ക്യാമ്പസ് ഫ്രണ്ട് വിദ്യാർത്ഥി പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.